ഒരുപാട് വൾനറബിലിറ്റീസ് ഉള്ള ഒരു OS ആണ് ഈ കാണുന്നത്. നമ്മുടെ ലാബിന് വേണ്ടിയാണ് നമ്മൾ ഈ OS സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ലാബ് വഴി എങ്ങനെയാണ് ഒരു അറ്റാക്കർ ഒരു റിയൽ ടൈം വിക്ടിമിനെ അറ്റാക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി അതേപോലെ പ്രാക്ടീസ് ചെയ്യും. ഈ ഒരു ലാബ് സെറ്റപ്പിന് വേണ്ടിയുള്ള ക്ലാസ്സാണ് നമ്മൾ ഇന്ന് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ഹേ എവരിവൺ, ഞാൻ മനു. ഞാനൊരു സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റാണ്. ഇതിന് മുമ്പുണ്ടായിരുന്ന സൈബർ സെക്യൂരിറ്റി വീഡിയോസിൽ നമ്മൾ പഠിച്ചിരുന്നു എന്താണ് TCP കമ്മ്യൂണിക്കേഷൻ ഫ്ലാഗ്സ്, എങ്ങനെയാണ് ഒരു അറ്റാക്കർ നിങ്ങളുടെ ഡിവൈസിനെ സ്കാൻ ചെയ്ത് അതിൻ്റെ വൾനറബിലിറ്റീസ്, അതിൻ്റെ ഓപ്പൺ പോർട്സ് എങ്ങനെ മനസ്സിലാക്കുമെന്ന് നമ്മൾ പഠിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ലാബ് സെറ്റപ്പാണ്. അതായത് നമുക്കിപ്പോൾ ഈ ഒരു പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോസിൽ നമ്മൾ ഇതിൻ്റെ പ്രാക്ടിക്കൽ അപ്രോച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എന്നാൽ ഇപ്പോൾ ഈ ഒരു പ്രാക്ടിക്കൽ നമ്മൾ ചെയ്യുവാനായിട്ട് ഒരു റിയൽ ടൈം സൈറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു മെഷീനിലേക്കോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ ലീഗലായിട്ടുള്ള ആക്ഷൻസ് നേരിടേണ്ടി വരും. അതിന് പ്രധാന കാരണം നിങ്ങളിപ്പോൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു TCP ഫ്ലാഗ്സ്, അതായത് TCP കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന ഫ്ലാഗ്സ്. ഈ ഒരു ഫ്ലാഗ്സ് തൗസൻഡ്സ് ഓഫ് ഫ്ലാഗ്സ് ആണ് ഒരു സിംഗിൾ സെക്കൻഡിൽ അറ്റാക്കർ അയക്കുന്നത്. ഇത് നിങ്ങൾ റിയൽ ടൈമിൽ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഒരു മെഷീനിലേക്കോ അല്ലെങ്കിൽ ഒരു IP അഡ്രസ്സിലേക്കോ ഒരു വെബ്സൈറ്റിലേക്കോ ട്രൈ ചെയ്യുകയാണെങ്കിൽ തൗസൻഡ്സ് ഓഫ് റിക്വസ്റ്റ് നിങ്ങളുടെ സൈഡിൽ നിന്ന് ആ വിക്ടിമിൻ്റെ സൈഡിലേക്ക് ചെല്ലും. ഇവിടെ നിങ്ങളുടെ IP അഡ്രസ്സും എല്ലാ ഡീറ്റെയിൽസും അവിടെ എത്തുകയും ചെയ്യും. ഒരു പക്ഷേ ആ സൈറ്റ് ഡൗൺ ആവുകയോ അല്ലെങ്കിൽ ആ ഒരു ഗവൺമെൻറ് സൈറ്റ് പോലുള്ള സൈറ്റ് ഡൗൺ ആയി കഴിഞ്ഞാൽ നിങ്ങളൊരു പക്ഷേ ലീഗലായിട്ടുള്ള ആക്ഷൻസ് നേരിടേണ്ടി വരും. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു അറ്റാക്കായിട്ട് അവർ കണക്കാക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മളൊരു ലാബ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു ലാബ് സെറ്റപ്പ് നിങ്ങളുടെ മെഷീനിൽ, നിങ്ങളുടെ ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലോ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റാരെയും ഡിസ്റ്റർബ് ചെയ്യാതെ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാര്യങ്ങൾ പഠിക്കുവാൻ പറ്റി. അതാണ് ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുവാനും അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാനും പഠിക്കും. അതിനുശേഷം നെക്സ്റ്റ് വീഡിയോയിലാണ് നമ്മൾ ഇതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഈ കാണുന്നതാണ് എൻ്റെ കാലി മെഷീൻ. ഇതിൽ നിന്നാണ് നമ്മൾ Nmap ഉപയോഗിക്കാൻ പോകുന്നത്. എന്നാൽ അതുപോലെ തന്നെ അതിന് മുമ്പായി, അതായത് കാലി മെഷീൻ ഉപയോഗിക്കുന്ന മുമ്പായി നമുക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട മെഷീനാണ് ഈ കാണുന്നത്. ഇത് ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള മെറ്റാസ്പ്ലോയിറ്റബിൾ എന്ന് പറയുന്ന ഒരു വൾനറബിൾ OS ആണ്. ഇതൊരു സാധാരണ വിൻഡോസ് ലിനക്സ് OS പോലെ ഗ്രാഫിക്കലായിട്ടൊരു OS അല്ല. ഇതൊരു കംപ്ലീറ്റ്ലി നോൺ ഗ്രാഫിക്കൽ, ലൈക്ക് ഒരു ടെർമിനൽ എങ്ങനെ റൺ ചെയ്യുന്നു അതേപോലെ തോന്നുന്ന ഒരു നോൺ ഗ്രാഫിക്കൽ OS ആണ്. ഈ ഒരു OSൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു OS കംപ്ലീറ്റ്ലി വൾനറബിൾ ആണ്. അതായത് ഇതിൽ ഒരുപാട് വൾനറബിലിറ്റീസ് ഉണ്ട്. ഈ വൾനറബിലിറ്റീസ് വെച്ചിട്ടാണ് നമ്മൾ അറ്റാക്ക് ചെയ്ത് പഠിക്കുവാൻ പോകുന്നത്. അപ്പോൾ അതിന് ഫസ്റ്റ് പാർട്ടായിട്ട് നമ്മൾ വേണ്ടത് ഈ ഒരു OS നമ്മൾ ഡൗൺലോഡ് ചെയ്യുക എന്നതാണ്. അതിനായിട്ട് ഞാനിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അതെങ്ങനെ ഡൗൺലോഡ് ചെയ്തതെന്ന് കാണിച്ചു തരാം. ഈ ഒരു OSൻ്റെ പേരാണ് മെറ്റാസ്പ്ലോയിറ്റബിൾ. അതായത് ഇതൊരു വൾനറബിൾ OS ആണ്. നമുക്കിത് സോഴ്സ് ഫോർക്ക് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. ജസ്റ്റ് ഈ സൈറ്റിൽ പോവുക. ഇവിടെ നമ്മൾക്ക് മെറ്റാസ്പ്ലോയിറ്റബിൾ വേർഷൻ 2 എന്നിട്ടുള്ളൊരു OS സോഫ്റ്റ്വെയർ കിട്ടും. ഇതൊരു 800 MB വരുന്നൊരു സോഫ്റ്റ്വെയർ ആണ്. ഇത് സോഫ്റ്റ്വെയർ അല്ല, ഒരു OS ആണ്. ഇത് നമുക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാം. എന്നാൽ ഇത് ജസ്റ്റ് ഒരു വിൻഡോസിൽ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒന്നല്ല. ഇതൊരു OS ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഇവിടെ ഞാനത് റൺ ചെയ്തിരിക്കുന്നത് ഒറാക്കിളിൻ്റെ വിർച്വൽ ബോക്സിലേക്കാണ്. നിങ്ങൾക്കിത് VMwareലും ചെയ്യാം. എന്നാൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് വിർച്വൽ ബോക്സ് ആണ്. എന്താണ് കാരണമെന്ന് വെച്ചാൽ വിർച്വൽ ബോക്സ് ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആയതുകൊണ്ടാണ്. എന്നാൽ VMware പെയ്ഡ് ആയതുകൊണ്ടും ഒരു മന്ത് കഴിയുമ്പോൾ അതിൻ്റെ ട്രയൽ എക്സ്പയർ ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ഞാൻ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനായി നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ മെഷീനിൽ വിർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. അതുണ്ടെന്ന രീതിയിലാണ് ഞാനിപ്പോൾ കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്. ആദ്യമേ നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ നെറ്റ്വർക്കിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ട് ഫ്യൂ മിനിറ്റ്സിൽ അല്ലെങ്കിൽ ഫ്യൂ സെക്കൻഡ്സിൽ ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിയും. ഇതൊരു 800 MB മാത്രമുള്ള ഫയലാണ്. എന്നാൽ ഈ ഒരു ഫയൽ ഓൾറെഡി എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് ഞാനത് സ്കിപ്പ് ചെയ്യുന്നത്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാകും ഇതൊരു സിപ്പ് ഫയലാണ്. സിപ്പ് ഫയൽ എന്ന് വെച്ചാൽ ഒരു കംപ്രസ്ഡ് ഫയലാണ്. അപ്പോൾ നിങ്ങളുടെ മെഷീനിൽ ഓൾറെഡി ഒരു പക്ഷേ WinRAR പോലുള്ള സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇനി ഇപ്പോൾ സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ 7-zip
7-Zip പോലുള്ള സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിത് എക്സ്ട്രാക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. അതല്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് വിൻഡോസ് 11-ൽ ഈ ഒരു ഫീച്ചറുണ്ട്. നിങ്ങളുടെ OS വിൻഡോസ് 11 ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. ഇതാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള മെറ്റാസ്പോർട്ടബിൾ OS. ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എക്സ്ട്രാക്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ അതല്ല നിങ്ങളുടെ കയ്യിൽ WinZip അല്ലെങ്കിൽ 7-Zip ഉണ്ടെങ്കിൽ ഇവിടെ ഓപ്പൺ വിത്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ 7-Zip വരും. അത് വെച്ച് നമുക്ക് എക്സ്ട്രാക്റ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ എക്സ്ട്രാക്റ്റ് ചെയ്തതിന് ശേഷം എൻ്റെ മെഷീനിൽ ഈ ഒരു ഫയൽ കിടപ്പുണ്ട്. ഇതാണ് ഞാൻ എക്സ്ട്രാക്റ്റ് ചെയ്ത സോഫ്റ്റ്വെയർ. ഇത് എക്സ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ സൈസ് 1.7 GB മാറി. ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇതൊരു 600 MB മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, സോ ഇപ്പോൾ ഇതൊരു 1.7 MB ഫയലാണ്. അതായത് കംപ്രസ് ചെയ്ത ഫയലിനെ നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്തു. സോ ഇത് നമുക്ക് ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്താൽ മാത്രം മതി. എൻ്റെ കയ്യിലുള്ള OSനെ ഞാൻ റിമൂവ് ചെയ്യുകയാണ്. ജസ്റ്റ് റിമൂവ് ചെയ്ത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതാണ് എനിക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഫയൽസ്. ഈ ഒരു ഫയൽ ഈ ഒരു ലൊക്കേഷനിലുണ്ട്. അതായത് മെറ്റാസ്പോർട്ടബിൾ എന്ന് പറയുന്ന ഈ ഒരു ഐക്കണാണ് എൻ്റെ മെയിൻ ഫയൽ. ഓക്കെ, സോ നമുക്ക് ലോഡ് ചെയ്യേണ്ട ഫയൽ ഇതിലൊന്നാണ്. സോ അത് ലോഡ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഒറാക്കിൾ വിർച്വൽ ബോക്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ന്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സാധാരണഗതിയിൽ നമുക്ക് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതായത് ക്ലിക്ക് ചെയ്ത് മെറ്റാസ്പോർട്ടബിളിലോട്ട് പോവുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് ലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മളുടെ കാലി മെഷീനിലൊക്കെ നമ്മൾ ചെയ്തത്. എന്നാൽ ഈ ഒരു OS അങ്ങനെ ചെയ്യാൻ കഴിയുകയില്ല. അതിനായിട്ടാണ് നമ്മൾ ഫസ്റ്റ് ന്യൂ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതൊരു ലിനക്സ് സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് ജസ്റ്റ് ലിനക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ സെറ്റിങ്സും അവിടെ ഓട്ടോമാറ്റിക്കലി വരും. ഓക്കെ, സോ ലിനക്സ് OS ഞാൻ കൊടുത്തപ്പോഴത്തേന് ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം ഓക്കെയാണ്. ലിനക്സ് എല്ലാം ഓക്കെയാണ്. നമുക്കിത് വേണമെങ്കിൽ മാത്രം മാറ്റാം, മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ലിനക്സ് തന്നെ മതി. ഡിസ്ട്രിബ്യൂഷൻസ് മാറ്റണമെന്നില്ല. എങ്കിലും ഞാനിപ്പോൾ ഓക്കെയാണ്, എനിക്കിത് മാറ്റേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഇത്രയും കഴിഞ്ഞ ശേഷം നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ വേറെ ഒന്നും തന്നെ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. റാമൊക്കെ 1 GB ആവശ്യമേ ഉള്ളൂ. കാരണം ഇതിൽ നോൺ ഗ്രാഫിക്കൽ ആയതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ റാം ഒന്നും കൂടേണ്ട ആവശ്യമില്ല. ഇനിയും ഹാർഡ് ഡിസ്ക് ചെക്ക് ചെയ്യുമ്പോഴത്തേന് നമുക്ക് ഓൾറെഡി ഉള്ളൊരു ഫയലിനെ നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് നമ്മൾ വേറെ ഹാർഡ് ഡിസ്ക് ലൊക്കേഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് യൂസ് എക്സിസ്റ്റിംഗ് വിർച്വൽ ഹാർഡ് ഡിസ്ക് എന്ന് കൊടുക്കുക. ഇവിടെ നിന്ന് നമ്മൾ ലോഡ് ചെയ്യേണ്ട ഫയൽ കണ്ടുപിടിക്കുക. ഇവിടെ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എക്സ്ട്രാക്റ്റ് ചെയ്ത മെറ്റാസ്പോർട്ടബിൾ എന്ന് പറയുന്ന OSൻ്റെ ആ ഒരു ഫയലിനെ നമുക്ക് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ 1.7 GB ഉള്ള ഫയലിനെ നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തു. വിർച്വലായിട്ടൊരു 8 GB ഹാർഡ് ഡിസ്ക് ഈ ഒരു OS യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അത് ചൂസായി. ഇനിയിപ്പോൾ ഈ ഒരു 8 GB ആണ് ഇത് ഉപയോഗിക്കാൻ പോവുക. ജസ്റ്റ് ഫിനിഷ് ചെയ്തതിന് ശേഷം നോക്കുകയാണെങ്കിൽ നമ്മുടെ ലിനക്സ് OS എന്ന് പറയുന്ന മെറ്റാസ്പോർട്ടബിൾ OS ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മെഷീൻ സ്റ്റാർട്ടായി. നമ്മുടെ മെറ്റാസ്പോർട്ടബിൾ OS ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ നൗ നമ്മളുടെ മെറ്റാസ്പോർട്ടബിൾ OS എത്തിയിരിക്കുകയാണ്. ഇവിടെ ഞാൻ ലോഗിൻ ചെയ്യേണ്ട ക്രെഡൻഷ്യൽ എന്ന് പറയുന്നത് MSF അഡ്മിൻ എന്ന് പറഞ്ഞ ക്രെഡൻഷ്യലാണ്. അതേപോലെ MSF അഡ്മിൻ തന്നെയാണ് ഇതിൻ്റെ പാസ്വേഡും. സോ അങ്ങനെ MSF അഡ്മിൻ ലോഗ് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ, ഇൻകറക്റ്റ് ഞാൻ ഒരു പക്ഷേ തെറ്റായി ടൈപ്പ് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മൾ കറക്റ്റ് പാസ്വേഡ് കൊടുത്തു. അതായത് യൂസർ നെയിം പാസ്വേഡും MSF അഡ്മിൻ തന്നെയാണ്. ഓക്കെ, സോ നൗ
നമുക്കിത് നമ്മുടെ IP അഡ്രസ് ചെക്ക് ചെയ്ത് നോക്കാം. ifconfig നോക്കുകയാണെങ്കിൽ നമ്മളുടെ മെഷീൻ്റെ IP അഡ്രസ് കിട്ടും. എന്നാൽ ഇപ്പോൾ കാണുന്ന മെഷീൻ്റെ IP അഡ്രസ് 10.0.2.15 എന്നാണ്. എന്നാൽ ഈ ഒരു IP അഡ്രസ് നമുക്ക് അതല്ല നമുക്ക് വേണ്ടത്. അതിനായി നമ്മൾ നമ്മുടെ മെഷീൻ ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സിൽ പോയി അവിടുന്ന് നെറ്റ്വർക്കിൽ ചെന്നതിന് ശേഷം NAT എന്നുള്ള ഓപ്ഷൻ മാറ്റി ബ്രിഡ്ജ് അഡാപ്റ്റർ ആക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ വൈഫൈ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ വൈഫൈ സെറ്റിങ്സ് കൊടുക്കുക. ഇൻ കേസ് നമ്മളുടെ ഡിവൈസ് ഇപ്പോൾ ലാനിലാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ TXI കൊടുക്കുക. ഓക്കെ, കറൻറ്റ്ലി ഇപ്പോൾ ഞാൻ വൈഫൈ ആയതുകൊണ്ട് വൈഫൈ ആണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ക്ലിക്ക് ഓക്കെ. ഇനിയും നമ്മളുടെ ഡിവൈസ് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ നെറ്റ്വർക്ക് കണക്ട് ചെയ്തതിന് ശേഷം ഒന്ന് IP ചെക്ക് ചെയ്ത് നോക്കുക. ഇൻ കേസ് IP അഡ്രസ്സ് മാറിയിട്ട് ഉണ്ടെങ്കിൽ ദാറ്റ്സ് ഫൈൻ. അതല്ലെങ്കിൽ നമ്മുടെ മെഷീൻ നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഇതിനായി നമ്മൾ ജസ്റ്റ് sudo su കൊടുക്കുക. കാരണം നമ്മളിപ്പോൾ ഒരു MSF യൂസറായിട്ടാണ് കയറിയിരിക്കുന്നത്. നമുക്ക് ഇവിടെ റീബൂട്ട് ചെയ്യാനുള്ള ബട്ടണോ ഒന്നും തന്നെ ഇല്ല. ഞാൻ പറഞ്ഞിരുന്ന ഒരു ഗ്രാഫിക്കൽ OS അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു ബട്ടൺ പോലും ഇല്ല. ഗ്രാഫിക്കലായിട്ട് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ റീബൂട്ട് ചെയ്യണമെങ്കിലും റീസ്റ്റാർട്ട് ചെയ്യാനായാലും എന്താണെങ്കിലും നമുക്കൊരു കമാൻഡ്സ് കൊണ്ടേ പറ്റുകയുള്ളൂ. സോ sudo യൂസറായി ഞാൻ കയറിയിരിക്കുകയാണ്. പാസ്വേഡ് MSF അഡ്മിനായിട്ട് കൊടുക്കുമ്പോഴത്തേന് നമുക്കിവിടെ റൂട്ട് ആക്സസ് കിട്ടിയിട്ടുണ്ട്. സോ ഇത് നമ്മൾ ഓൾറെഡി ലിനക്സ് കമാൻഡ്സ് പഠിച്ചുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോവാത്തത്. sudo su എന്ന് പറയുന്നത് ഒരു സൂപ്പർ യൂസർ കിട്ടാനുള്ള കമാൻഡാണ്. ഇപ്പോൾ ഞാൻ റൂട്ട് യൂസർ ആയതുകൊണ്ട്, അതായത് അഡ്മിൻ ലെവൽ യൂസർ ആയതുകൊണ്ട് തന്നെ എനിക്ക് റീബൂട്ട് ചെയ്യാനുള്ള പെർമിഷനുണ്ട്. സോ റീബൂട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേന് ഓട്ടോമാറ്റിക്കലി മെഷീൻ റീസ്റ്റാർട്ട് ആകും. അപ്പോൾ തന്നെ നമ്മളുടെ കറൻറ്റ്ലി ഉള്ള IP അഡ്രസ്സ് മാറി പുതിയൊരു IP അഡ്രസ്സ് കിട്ടും. സോ നമ്മളുടെ നെറ്റ്വർക്ക് സെറ്റിങ്സ് ബ്രിഡ്ജ് മോഡിലാണെങ്കിൽ മാത്രമേ നമുക്ക് കാലി മെഷീൻ വെച്ച് സ്കാൻ ചെയ്ത് വൾനറബിലിറ്റീസ് ഫൈൻഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. കാരണം രണ്ട് ഡിവൈസും സെയിം നെറ്റ്വർക്കിലായിരിക്കണം, എങ്കിലേ നമുക്ക് സ്കാൻ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ നമ്മളുടെ മെഷീൻ റീസ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ അഗെയിൻ നമ്മൾ MSF അഡ്മിൻ ടൈപ്പ് ചെയ്ത് കയറുകയാണ്. ഓക്കെ, സോ സി നൗ നമ്മളുടെ IP അഡ്രസ് മാറി. 10.134.186.92 ആണ് നമ്മളുടെ ഇപ്പോഴത്തെ IP അഡ്രസ്. ഇതാണ് നമ്മളുടെ മെഷീൻ IP നമുക്ക് വേണ്ടത്. സോ ഇനി നമ്മളുടെ മെഷീൻ ഓൾറെഡി നമുക്ക് കാലി മെഷീൻ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയും കാലി മെഷീൻ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇതാണ് നമ്മളുടെ ലാബ് സെറ്റപ്പ്. ഫ്രം നെക്സ്റ്റ് വീഡിയോ നമ്മൾ നമ്മുടെ പ്രാക്ടിക്കൽ സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്.